നമസ്കാരം. കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉദ്യോഗസ്ഥരെ റെയ്ഡിനിടെ കയ്യേറ്റം ചെയ്തെന്ന കേസിൽ 2 പേർക്ക് കൂടി ഉന്നത കോടതി ജാമ്യം അനുവദിച്ചതോടെ വൻ രാഷ്ട്രീയ നിർണായകമായ ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ ഓരോരുത്തരായിട്ട് നിയമപരമായിട്ടുള്ള നടപടികളിലൂടെ പുറത്തേക്ക് വരുന്നുണ്ടെങ്കിലും അവർക്കെതിരെയുള്ള കേസിന്റെ ഭീകരതയും ഗൗരവവും അല്പം പോലും കുറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. മുൻ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിലെ തെളിവെടുപ്പിനായിട്ട് ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് നാടകീയമായ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയത്. അന്ന് രാഷ്ട്രീയ നേതൃത്വത്തോടുള്ള അന്ധമായിട്ടുള്ള ആഭിമുഖ്യം കൊണ്ട് അക്രമത്തിന് മുതിർന്നവർക്ക് ഒടുവിൽ ആരും തുണയില്ലാത്ത അവസ്ഥയിൽ 70 ദിവസത്തോളമാണ് തടവറയിൽ കഴിയേണ്ടി വന്നത്. കേസിൽ പ്രധാന തെളിവെടുപ്പുകൾ പൂർത്തിയായതും ആയുധങ്ങൾ കണ്ടെടുത്തതും ചൂണ്ടിക്കാട്ടിയാണ് കൂടുതൽ ദിവസത്തെ കസ്റ്റഡി ആവശ്യമില്ലെന്ന നിരീക്ഷണത്തിൽ കോടതി ജാമ്യം നൽകിയത്. എന്നിരുന്നാലും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ പ്രതികൾക്ക് കർശനമായിട്ടുള്ള വ്യവസ്ഥകളാണ് കോടതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. കുറ്റകൃത്യം നടക്കാൻ ഇടയായ പ്രദേശത്തോ പ്രദേശത്തെ പോലീസ് സബ് ഡിവിഷൻ പരിധിയിലോ പ്രവേശിക്കരുത് എന്ന കർശന വിലക്ക് നിലനിൽക്കുന്നുണ്ട്. അക്രമവുമായി ബന്ധപ്പെട്ട തത്സമയ ദൃശ്യങ്ങളടക്കമുള്ള തെളിവുകൾ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. കൊലപാതക ശ്രമം എന്ന വകുപ്പ് പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കില്ല എന്ന് നിരീക്ഷിച്ചെങ്കിലും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഭരണഘടനാ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥരെ ക്രൂരമായിട്ട് ആക്രമിച്ച കേസ് ഭാവിയിൽ പ്രതികൾക്ക് വലിയ തിരിച്ചടിയാകും. വർഷങ്ങളോളം തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകൾ ചുമത്തപ്പെട്ട ഈ കേസിൽ ജാമ്യം കിട്ടി എന്നതുകൊണ്ട് മാത്രം അന്വേഷണത്തിൽ നിന്നോ വിചാരണയിൽ നിന്നോ ആർക്കും എളുപ്പത്തിൽ ഊരിപ്പോകാനായിട്ട് കഴിയില്ല. മെയ് 25-ാം തീയതി നടന്ന ദാരുണമായ ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ മെയ് 27-നാണ് കേസിലെ 25ഓളം വരുന്ന പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. കീഴ്ക്കോടതികൾ ഒന്നിലേറെ തവണ ഇവരുടെ ജാമ്യാപേക്ഷകൾ തള്ളിയതോടെയാണ് പ്രതികൾ ഉന്നത നീതിപീഠത്തെ സമീപിച്ചത്. ഘട്ടം ഘട്ടമായി പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് നിലവിൽ പുറത്തിറങ്ങിയവരുടെയൊക്കെ തന്നെ എണ്ണം 16 ഉയർന്നിട്ടുണ്ട്. കേസിൽ ഉൾപ്പെട്ട ബാക്കി 9 പ്രതികളുടെ ജാമ്യാപേക്ഷകൾ വരും ദിവസങ്ങളിൽ പരിഗണിക്കാനിരിക്കുകയാണ്. അന്വേഷണം അവസാന ഘട്ടത്തിൽ എത്തിയതിനാലും ഇനി പ്രതികളെ തടവിൽ നിർത്തേണ്ടതില്ലെന്നുമുള്ള സാങ്കേതിക കാരണങ്ങളാലാണ് കോടതി ഈ ആശ്വാസ നടപടി സ്വീകരിച്ചത്. എങ്കിലും ഈ സംഭവത്തിൻ്റെ ഗൗരവം ഒട്ടും ചോർന്നു പോയിട്ടില്ല. പാർട്ടിയിൽ ഔദ്യോഗിക പദവികൾ ഒന്നുമില്ലാത്ത വ്യക്തിയുടെ വ്യക്തിപരമായ സാമ്പത്തിക വിവാദങ്ങളിൽ ചെന്നുപെടുകയും അതിനായിട്ട് ചട്ടങ്ങൾ ലംഘിച്ച് സംഘം ചേരുകയും ചെയ്ത പ്രതികളുടെ നടപടി രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായിട്ടുണ്ട്. കേസിൽപ്പെട്ടവരെ സംരക്ഷിക്കില്ലെന്നും ഇത്തരത്തിലുള്ള അക്രമ പ്രവണതകളൊക്കെ തന്നെ തെറ്റാണെന്നുമുള്ള പരസ്യ നിലപാടിലേക്ക് പാർട്ടിക്ക് പോലും എത്തേണ്ടി വന്നു. അതേസമയം പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള പ്രധാന പ്രതികൾ ഇപ്പോഴും ജയിലിൽ തന്നെ തുടരുകയാണ്. ഉടൻ തന്നെ സമർപ്പിക്കാനിരിക്കുന്ന കുറ്റപത്രത്തിൽ അക്രമത്തിൻ്റെ പ്ലാനിങ്ങും അതിൽ ഓരോരുത്തരുടെയും പങ്കും വ്യക്തമായി രേഖപ്പെടുത്തുമെന്നാണ് വിവരങ്ങളൊക്കെ തന്നെ നൽകുന്ന സൂചന. വിഡ്ഢിത്തമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പ്രവൃത്തിയിലൂടെ സ്വന്തം രാഷ്ട്രീയ ഭാവി തന്നെയാണ് പലരും ഇവിടെ ചോദ്യചിഹ്നമാക്കിയത്. ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയോടുള്ള വ്യക്തിപരമായിട്ടുള്ള ആരാധനയുടെ പേരിൽ നിയമം കയ്യിലെടുത്തവർക്ക് ഇപ്പോൾ സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. വരും കാലങ്ങളിൽ രാഷ്ട്രീയ ചിത്രങ്ങളിലും ഭരണ നേതൃത്വത്തിലും മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഇത്തരം കേസുകളിൽപ്പെട്ടവരെ സഹായിക്കാൻ ആരും മുന്നോട്ട് വരില്ലെന്ന തിരിച്ചറിവിലാണ് പ്രതികളുടെ കുടുംബാംഗങ്ങൾ. ജാമ്യത്തിനായിട്ട് വലിയ തുക ചെലവഴിച്ച് നിയമപോരാട്ടം നടത്തിയവർ പോലും ഇപ്പോൾ പിന്നോട്ട് വലിയുന്ന കാഴ്ചയാണ് കാണുന്നത്. വിചാരണ പൂർത്തിയായി ശിക്ഷ വിധിക്കുന്നതോടെ ഈ കേസിൻ്റെ യഥാർത്ഥ ആഘാതം വ്യക്തമാകും. ചെയ്യാത്ത കുറ്റത്തിന് നിഴൽ പോലെ കേസ് കൂടെയുള്ളത് ഇവരുടെ ജീവിതത്തെ വലിയ രീതിയിൽ ബാധിക്കും. ചുരുക്കത്തിൽ നിയമപോരാട്ടത്തിൽ താൽക്കാലികമായി ലഭിച്ച ജാമ്യത്തെ വലിയ വിജയമായി കണ്ട് ആഘോഷിക്കുന്നവർ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നില്ല എന്നതാണ്. നേതാക്കളെ കണ്ണുമടച്ച് വിശ്വസിച്ച് അക്രമത്തിന് ഇറങ്ങിപ്പുറപ്പെട്ട അണികൾ ഒടുവിൽ വലിയ നിയമക്കുരുക്കിൽ പെടുകയാണ് ചെയ്തത്. പാർട്ടിക്ക് പോലും ഇപ്പോൾ ഇവർ വലിയൊരു ബാധ്യതയോ അല്ലെങ്കിൽ ഭാരമോ ആയി മാറിയിരിക്കുകയാണ്. ED ഉദ്യോഗസ്ഥർ ആക്രമിച്ച സംഭവം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ കൃത്യമായ അന്വേഷണത്തിലൂടെ കുറ്റപത്രം സമർപ്പിക്കുന്നതോടെ പ്രതികളുടെ ഭാവി കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്ന കാര്യം ഉറപ്പാണ്.